ഡൊണാറുമ ഇപ്പൊ പബ്ലിക്കായിട്ട് പറഞ്ഞേക്കണേണ്. ആളെ ടീമിൽ നിലനിർത്താൻ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതുപോലെ ഫാൻസിനോട് വിട പറയാനൊരു അവസരം തരൂല്ലെന്ന് അറിയില്ല. താരം എന്തായാലും ക്ലബ്ബ് വിടാൻ തയ്യാറാണെന്ന് ഓൾറെഡി നേരത്തെ തന്നെ പുറത്ത് വാർത്തകൾ വന്നിരുന്നു. ഇപ്പോ ഡൊണാറുമ തന്നെ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിലവിലിപ്പോ മാൻ സിറ്റി ആണ്. മാൻ സിറ്റി ഒരു കോണ്ടാക്ട് നടത്തിയിട്ടുണ്ട്. നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പേരായിരുന്നു. എല്ലാ ബെൻ ജേക്കബും അതുപോലെയുള്ള ആളുകളെല്ലാം പറഞ്ഞിരുന്ന ഒരു 26 മില്യന് 30 മില്യനുള്ളിൽ ആളെ കിട്ടുമെന്നാണ്. പക്ഷെ ഇപ്പൊ PSG പറയണത് ഒരു 50 മില്യൺ ആണ്. ആളൊരു പ്രൂവൺ ആയിട്ടുള്ള ഗോൾ കീപ്പറാണ്. നമുക്കറിയാം ആളുടെ യങ് ഏജിൽ തന്നെ ആള് ഇറ്റലിക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയാണ്. ഇപ്പൊ നിലവിൽ ആൾക്ക് വെറും 26 വയസ്സുള്ളൂ. പിന്നെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ആളുടെ പെർഫോമൻസ് കണ്ടാണ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് ടീമിനെതിരെ കളിക്കുമ്പോൾ നമുക്കറിയാം ആളുടെ വണ്ടർ സേവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ മാൻ സിറ്റി എന്തായാലും എഡേഴ്സൺ പോയി കഴിഞ്ഞാൽ എന്തായാലും അവർ ഈ ഡീലിൽ എൻട്രി ചെയ്യും. ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട്. എഡേഴ്സൺ എന്തായാലും എനിക്ക് തോന്നുന്നു ഗാലറ്റസറയിലേക്ക് പോവുകയായിരിക്കും. കാരണം ഗാലറ്റസറ എന്തായാലും ഇപ്പോ ആളെ നോക്കുന്നുണ്ട്. ബിഡ് വെക്കാൻ ഒരു ബിഡ് എന്തോ നിലവിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മാൻ സിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും പോവാൻ ചാൻസ് ഉണ്ട്. മാൻ സിറ്റി ഓൾറെഡി ഒരു ഗോൾ കീപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡൊണറുമ വന്നു കഴിഞ്ഞാൽ പക്ഷെ എന്തായാലും പെപ്പൊരു ബോൾ പ്ലേയിങ് എബിലിറ്റി അല്ലാത്തൊരു ഗോൾ കീപ്പറിന്റെ പുറകെ പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അയാളുടെ സേവ് ആണെങ്കിലും പെനാൽറ്റി സേവ് ആണെങ്കിലും അതുപോലെ തന്നെ ആളുടെ മെന്റാലിറ്റി ആണെങ്കിലും അടിപൊളിയാണ്. അപ്പൊ ഈ ഡീലിന് പുറകെ മാൻ സിറ്റി എന്തായാലും ഉണ്ട്.